Hi all, welcome to ONCE. Fourth semester Civil Engineering K2 syllabus Design of Concrete Structures fourth module Foundations in Civil Engineering നമ്മൾ ഡിസൈൻ ചെയ്യാം, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫൗണ്ടേഷൻ? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഏത് ബിൽഡിങ്ങിൻ്റെ ഏത് സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പാർട്ടാണ് ഫൗണ്ടേഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയും അല്ലേ. നമ്മൾ ഏത് സ്ട്രക്ചർ എടുത്താലും റൂഫ്, സ്ലാബ്, ബീം, കോളം, ദെൻ കമ്മിങ് ടു ഫൈനലി ഇറ്റ് വിൽ ബി കമ്മിങ് ടു ദ ഫൗണ്ടേഷൻ. ഏറ്റവും ലാസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ആണ്. ബട്ട് വെൻ വി ആർ നമ്മൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഫൗണ്ടേഷനിൽ നിന്നാണ് അല്ലേ. അപ്പൊ ലോഡ് വരുമ്പോൾ ലോഡ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഫ്രം ദി സ്ലാബ് ടു ബീം, ദെൻ ടു ദി കോളംസ്, ദെൻ ടു ദി ഫൗണ്ടേഷൻ. അപ്പൊ ഫൈനലി ഈ ലോഡ് എല്ലാം കൂടി ഫൗണ്ടേഷനിലേക്കാണ് നമ്മൾ ഈസി ഫ്ലോ വിൽ ബി ടേക്സ് പ്ലേസ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഫ്രം ദി റൂഫിൽ നിന്ന് നമ്മൾ ഫൈനലി ഫൗണ്ടേഷനിലേക്ക്. ഈ ഫൗണ്ടേഷനിൽ നിന്ന് ഈസി ആയിട്ട് നിയർ ബൈ എർത്തിലേക്ക്, സോയിലിലേക്ക് അത് ഈസിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഫൗണ്ടേഷൻ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ. ഫോർ എവറി സ്ട്രക്ചർ ഫൗണ്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. So foundation is the lowest part of the structure which safely transfers the load from the superstructure to the underlying soil, which without causing shear failure or excessive settlement. എന്ത് സംഭവിക്കും? if it is not safely structuring, നമ്മളിത് ഫൗണ്ടേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ സേഫ് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് സെറ്റിൽമെന്റ് മൊത്തത്തിൽ ഇരുന്നു പോകും അല്ലെ, സെറ്റിൽ ചെയ്തു പോകും മൊത്തം സ്ട്രക്ചറിനെ. കാരണം നമ്മൾ ബീമോ സ്ലാബോ കോളോ ഒക്കെ ഏതെങ്കിലും ഒരു പോർഷൻ, ഒരു സ്ലാബോ ഒരു ബീമോ ഒക്കെ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും അതിനെ റിനോവേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യാം. പക്ഷെ ഫൗണ്ടേഷൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ സെറ്റിൽ ചെയ്യും, ഷിയർ ഫെയിലിയേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഫൗണ്ടേഷൻ ഷുഡ് ബി thoroughly designed, okay, as per the prescription by our codes and all. So ഇതൊരു നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നിയർ ബൈ ഏരിയയിൽ നമ്മൾ സാധാരണ വീടൊക്കെ പണിയുമ്പോൾ ഫൗണ്ടേഷൻസ് സെറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഇസ് എ കോമൺ ഫിഗർ ഫോർ ഫൗണ്ടേഷൻ. ദെൻ ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? നമ്മൾ പറഞ്ഞു ഈസി ട്രാൻസ്ഫർ or flow of load should be easily takes place അല്ലെ. ട്രാൻസ്ഫേഴ്സ് ലോഡ് ഫ്രം ദി സ്ട്രക്ചർ ലോഡ്സ് ടു ദി സോയിലിലേക്ക് നല്ല ഈസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം ലോഡ്സ്. ദെൻ എക്സസീവ് സെറ്റിൽമെന്റ്സിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെ. എക്സസീവ് സെറ്റിൽമെന്റ്സ്, ചെറിയ ചെറിയ സെറ്റിൽമെന്റ്സ് ഒരുപാട് നാളുകൾ എത്തുമ്പോൾ മേ ബി ചെറിയ ചെറിയ സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ടാവും ചെറുതായിട്ടൊക്കെ. കാരണം അടിയിൽ കൺസോൾട്ടേഷൻ പ്രഷർ വരും. നമ്മൾ സോയിൽ എന്ന് പറയുമ്പോൾ അടിയിൽ വാട്ടർ ടേബിൾ ഉണ്ടാവും, അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രഷർ ഉണ്ടാവും. കുറെ നാൾ കഴിയുമ്പോൾ ചെറിയ സെറ്റിൽമെന്റ്സ് ഒക്കെ വരാം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡിങ് ലിമിറ്റ് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് സെറ്റിലായി മൊത്തത്തിൽ സ്ട്രക്ചർ കൊളാപ്സ് ആവും. ദെൻ എൻഷുർ സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ് ഓവർ ടേണിങ്. ചില സോയിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒറ്റ സോയിലിൽ തന്നെ വാട്ടർ ടേബിൾസ് ഒക്കെ പല ലെവലിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ ഈ പ്രഷറിന്റെ വേരിയേഷൻ കൊണ്ട് അൺഈക്വൽ സെറ്റിൽമെന്റ്സ്, ഏതെങ്കിലും ഒരു പോർഷനിൽ മണ്ണ് കുറച്ചുകൂടി ഇടിയും, ഒരു പോർഷനിൽ മണ്ണിന് കുറച്ചും കൂടി, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഓവർ ടേണിങ്, അൺഈവൻ സെറ്റിൽമെന്റ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന്റെ അഗൈൻസ്റ്റ് ദ സ്ട്രക്ചർ ഷുഡ് ബി, ദ ഫൗണ്ടേഷൻ ഷുഡ് ബി സേഫ്റ്റി ഓർ സ്റ്റെബിലിറ്റി അഗൈൻസ്റ്റ് ദിസ് ഓവർ ടേണിങ് ആൻഡ് സ്ലൈഡിങ്. ദെൻ പ്രൊവൈഡ് ലെവൽ ബേസ് ഓഫ് കൺസ്ട്രക്ഷൻ. മൊത്തത്തിലുള്ള ഒരു ലെവൽ ബേസ് ആയിരിക്കണം അല്ലെ. നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള സോയിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും? ഒറ്റ ബേസ് ആക്കും, ഒറ്റ നിരപ്പാക്കും. അതിനുശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഫസ്റ്റ് ആക്കി തുടങ്ങുന്നത്. സോ ഒരു ബേസ് ലൈൻ കിട്ടുന്നത് നമുക്ക് ഫൗണ്ടേഷനിൽ നിന്നായിരിക്കണം. ദെൻ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് ഫോർ എ ഗുഡ് ഫൗണ്ടേഷൻ? adequate bearing capacity should be there, uniform settlement should be there, stability under loads should be there, economical and durable, safe against score and uplift. Uplift എന്ന് പറയുമ്പോൾ സോയിൽ പ്രഷേഴ്സ് വരുമ്പോൾ സോയിൽ പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യും, നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നുള്ള ഉള്ള ലോഡ് മോളിൽ നിന്ന് ആക്ട് ചെയ്യും. സോ സം അപ്ലിഫ്റ്റ് പ്രഷേഴ്സ് വിൽ ടേക്സ് പ്ലേസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ ഇതിനൊക്കെ അഡീക്വസി ആയിരിക്കണം നമ്മളുടെ ഡിസൈൻഡ് ഫൗണ്ടേഷൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷൻ. നമ്മൾ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്.
അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ കമ്മിങ് ടു നമ്മുടെ കേരളയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽസ് ആണ് അല്ലേ. നമ്മളുടെ നാട്ടിൽ ഇത് ഈവൻ ഒരു സിംഗിൾ ഡിസ്ട്രിക്റ്റും തന്നെ അല്ലെങ്കിൽ നമ്മളുടെ നിയർ ബൈ ഏരിയയിൽ തന്നെ നമ്മളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ പരിസരത്ത് കാണുന്ന സോയിൽ ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കില്ല കുറച്ചും കൂടി നീങ്ങുമ്പോൾ. ഓക്കെ, ഇപ്പൊ പുഴയുടെ അല്ലെങ്കിൽ മാഷി ലാൻഡ്സ് പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും, കുറച്ചുകൂടി ഓഫ് ഷോർ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, കുറച്ചുകൂടി ഹില്ലി പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സോയിൽ സ്ട്രക്ചറാണ്, ഓരോ സോയിൽ സ്ട്രാറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ഒരേ പാറ്റേൺ ഓഫ് ഫൗണ്ടേഷൻ ഡിസൈൻ ഒരിക്കലും പറ്റില്ല. കോളവും ബീമൊക്കെ കാസ്റ്റ് ചെയ്യണ പോലെ ഒറ്റ ടൈപ്പ് ഓഫ് ഡിസൈൻ ഇസ് നോട്ട് പോസിബിൾ. നമുക്ക് വി ഹാവ് ടു ചൂസ് വാട്ട് അവർ റിക്വയർമെന്റ് ഇസ്. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ സെറ്റ് ചെയ്യും? ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഹാർഡ് സ്ട്രാറ്റം ഓർ അവർ സോയിൽ സ്ട്രാറ്റം അവൈലബിൾ. നമ്മുടെ പെർട്ടിക്കുലർലി അവൈലബിൾ ആയിട്ടുള്ള സോയിൽ സ്ട്രാറ്റത്തിന് അനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. അത്യാവശ്യം റോക്കി ഏരിയ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഹാർഡ് സ്ട്രാറ്റം റോക്കി ആയിട്ടുള്ള സർഫസ് ഉള്ള നല്ല ഉറച്ച മണ്ണൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ മതി, അധികം കുഴിക്കണ്ട. ഒരു ഹാർഡ് സ്ട്രാറ്റം കിട്ടിയ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, വലിയ ഡെപ്തിലേക്ക് പോവാതെ. അങ്ങനെയുള്ള ഫൗണ്ടേഷൻസിനെ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് എന്ന് പറയും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ മാഷി കുറച്ച് ചതുപ്പായിട്ടുള്ള കുറച്ച് ചെളി പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഓഫ് ഷോർ പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹാർഡ് സ്ട്രാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറച്ച മണ്ണ് കിട്ടാൻ നമ്മൾ ഒത്തിരി ഡീപ്പിലേക്ക് എക്സ്കവേറ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ചുമ്മാ ഏതെങ്കിലും ഒരു സ്ഥലം ബേസ് ലൈൻ ആക്കി ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ദർ വിൽ ബി സം സെറ്റിൽമെന്റ് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഹാർഡ് സ്ട്രാറ്റം എവിടം വരെ കിട്ടുന്നുണ്ടോ അവിടെ നിന്നേ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹാർഡ് സ്ട്രാറ്റം വളരെ ഇൻ ഡീപ്പ് ഓഫ് എർത്തിന്റെ ഭയങ്കര സർഫസ് ലെവലിൽ നിന്ന് ഒത്തിരി ഡീപ്പിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് താഴേക്ക് നമ്മൾ കുഴിച്ച് നമ്മൾ ഹാർഡ് സ്ട്രാറ്റം കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമുക്ക് അതിനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ്. ഷാലോ ഫൗണ്ടേഷൻസ് ഉണ്ട്, ഡീപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ഈ ഷാലോ ഫൗണ്ടേഷൻസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ ഫങ്ഷനും നമ്മുടെ അവൈലബിലിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ട് ഷാലോ ഫൗണ്ടേഷനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ഫൂട്ടിംഗ്. ആൻഡ് കമ്മിങ് ടു ഡീപ്പ് ഫൗണ്ടേഷൻ ദർ ആർ പൈൽ ഫൂട്ടിംഗ് ആൻഡ് പിയർ ഫൂട്ടിങ്സ്. പൈൽ ഫൗണ്ടേഷൻസും പിയർ ഫൗണ്ടേഷൻസും ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ റിക്വയർമെന്റ്സിനനുസരിച്ചാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മളുടെ ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജനറലി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷൻസ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ, അതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആസ് ഓഫ് നൗ റൈറ്റ് നൗ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിങ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിന്റെ ഡിസൈൻ പഠിക്കാനുള്ളത് അതാണ്. തിയറി എല്ലാം പോവുക, കാരണം തിയറി ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻസ് സിലബസിലുണ്ടാവും തിയറി. ബട്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ തന്നെ റെക്ടാങ്കുലർ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഒക്കെ ഡിസൈനും തിയറിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. സോ വാട്ട് ഇസ് ഷാലോ ഫൗണ്ടേഷൻ? ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഹാർഡ് സ്ട്രാറ്റം ആയിട്ടുള്ള സോയിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അധികം ഡെപ്തിലല്ലാതെ തന്നെ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് the depth of foundation should be less than or equal to width of foundation. അതായത് ഫൗണ്ടേഷന്റെ ഡെപ്തും വിഡ്ത്തും ഏറെക്കുറെ സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ ചെറുതായിരിക്കണം. ഓക്കെ, ഈ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. ഈക്വലോ ചെറുതോ, വിഡ്ത്തിനേക്കാളും ഈക്വലോ ചെറുതോ ആയിരിക്കാം ഫൗണ്ടേഷൻ. അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഐസൊലേറ്റ് ഷാലോ ഫൗണ്ടേഷൻസിന്റെ തന്നെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ വി ഡിസ്കസ്ഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ദർ ആർ സം ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ഉണ്ട്. ഇത് പാഡ് ഫൂട്ടിംഗ് എന്ന് പറയും, ഇത് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും, സ്ലോപ്ഡ് ഫൂട്ടിംഗ്. സോ ദിസ് ഇസ് ആക്ച്വലി ഒരു സിംഗിൾ കോളം, അതായത് ഓരോ കോളംസ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ജനറലി നമുക്ക് കുറച്ച് അബ്സ്ട്രാക്റ്റും ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാണാൻ പറ്റും. നമ്മുടെ ജനറലി നമ്മൾ
ഇത് സോയിലിന്റെ സ്ട്രാറ്റം അവൈലബിലിറ്റിക്ക് മാത്രം അല്ല നമ്മൾ ഇതിന് ഫോക്കസ് ചെയ്യുന്നത്. ഹാർഡ് സ്ട്രാറ്റം മാത്രമല്ല നമ്മൾ നോക്കണേ, നമ്മുടെ ഫങ്ഷൻ ഓഫ് ബിൽഡിങ്ങും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫോർ ഡിസൈഡിങ് ദ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സോയിൽ അവൈലബിലിറ്റി ഒക്കെ ഓഫ് കോഴ്സ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് ബിൽഡിംഗ് ആണ് ഭയങ്കര ഫങ്ഷണൽ ഇതുള്ള ഭയങ്കര ഓവർ ഫങ്ഷനിലുള്ള ടൈപ്പ് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ സോയിൽ സ്ട്രാറ്റം ഹാർഡ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷാലോ മതിയെങ്കിൽ പോലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെപ്തിലേക്കൊക്കെ പോയി ഫൗണ്ടേഷൻ കൊടുക്കാറുണ്ട്. അല്ല നമ്മളിപ്പം നോർമലി നമ്മുടെ ഒരു വീടൊക്കെയാണ് പണിയുന്നത്, ഒരു 1-2 നില വീട്, വലിയ ഫങ്ഷണൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ചെറിയ നല്ലൊരു വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പൈൽ ഫൂട്ടിംഗ് ഒന്നും ചെയ്ത് അത്ര താഴ്ന്നൊന്നും വന്ന് കാരണം അത്ര വലിയ ലോഡൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് എത്ര ലോഡ് ആ ബിൽഡിങ്ങിന് വരും, ആ സ്ട്രക്ചറിന് വരും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഫൗണ്ടേഷൻ വേറൊരു ഫാക്ടർ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ വീടിനൊക്കെ ജനറലി കാണാറുള്ളത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ആണ്. അപ്പൊ ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ പണിയണോടത്ത് പോയാൽ കാണാൻ പറ്റും ഓരോ കോളംസ്, ആ കോളംസിന്റെ അടിയിലേക്ക്, അതായത് ഫൂട്ടിങ്ങിന് മുകളിൽ ഓരോ കോളംസ്, അങ്ങനെയായിരിക്കും. ഫൂട്ടിങ് ഇടും, ദെൻ കോളം, ഫൂട്ടിങ്, കോളം, അങ്ങനെ ഐസൊലേറ്റഡ് ഓരോ കോളത്തിലും ഓരോ ഫൂട്ടിങ് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ സപ്പോർട്ട് സിംഗിൾ കോളം. സ്ക്വയർ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, സ്ക്വയർ, റെക്ടാങ്കുലർ, സർക്കുലർ. നിങ്ങൾക്ക് ഡിസൈനിൽ പഠിക്കാനുള്ളത് സ്ക്വയറും റെക്ടാങ്കുലറും. ദെൻ ദിസ് ഇസ് ഡിസൈൻ ഫോർ എന്തൊക്കെയാണ് ഫൂട്ടിങ്ങിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ്ങിന്റെ പ്രോബ്ലം വരും, ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഷിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ബെയറിങ്. ഇത് മൂന്നുമാണ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് മൂന്നുമാണ് ബെൻഡിങ്, ഷിയർ, ബെയറിങ്. ഇനി നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ആണ് ചെയ്യാറുള്ളത്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് പാഡഡ് ഫൂട്ടിങ് കാണാൻ പറ്റും, പാഡ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ടൈപ്പ് ഓഫ് പാഡഡ് ഫൂട്ടിങ്, അതിന്റെ മുകളിൽ കോളം. സ്റ്റെപ്ഡ് ആവുമ്പോൾ ഇതിന്റെ സെക്ഷൻ ഇങ്ങനെ വരും, പ്ലാൻ വരുമ്പോൾ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഫൂട്ടിങ് വരുന്നത്. അത് അതിന്റെ ലോഡിങ് കപ്പാസിറ്റിക്കും ലോഡിങ്ങിനും പ്രൊവിഷനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ഫൂട്ടിങ് പാഡഡ് ആണോ അല്ല സ്റ്റെപ്ഡ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്. ദെൻ സ്ലോപ്പ് ചെയ്തിട്ട് ഈ കോളത്തിൽ നിന്ന് തന്നെ കുറച്ച് സ്ലോപ്പ് ചെയ്തിട്ട് ഫൂട്ടിങ് കൊടുക്കാറ്. സോ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ്. ഇത് തന്നെ റെക്ടാങ്കുലർ, സർക്കുലർ, സ്ക്വയർ. ദെൻ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അവൈലബിലിറ്റി, നമ്മുടെ സ്ഥലപരിമിതി, നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിന് എത്ര സ്ഥലമുണ്ട്, സ്പേസിനനുസരിച്ചും ഫങ്ഷൻ അനുസരിച്ചും, എവിടെയൊക്കെ ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കോളംസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കേസിൽ ഓരോ കോളത്തിനും ഓരോ ഫൂട്ടിങ് കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണ്, സ്ഥലം ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള കേസസിൽ എന്ത് ചെയ്യും, കമ്പൈൻഡ് ഫൂട്ടിംഗ് പോലെ നമ്മൾ കൊടുക്കും. അതായത് നമ്മൾ 2 or more കോളംസ്, 2 അതിലധികമോ കോളം ഒരുമിച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യും, അത് പല ടൈപ്പിൽ നമുക്ക് കൊടുക്കാം. ഇത് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ 2 കോളംസ്, ആ കോളംസിന്റെ അടിയിൽ വരുന്ന ഫൂട്ടിങ്സിന് ഇച്ചിരി അത്യാവശ്യം സൈസുള്ള ഫൂട്ടിങ് കൊടുത്തിട്ട് ഇവർ തമ്മിൽ ഒരു സ്ട്രാപ്പ് ബീം പോലെ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഐസൊലേറ്റഡ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും ലോഡ് ട്രാൻസ്ഫറിന് ഇങ്ങനെയുള്ളത്. പക്ഷെ അത് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ദെൻ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ സെയിം തന്നെ, കുറെ കോളംസ് ഒരുമിച്ച് നമ്മളൊരു 2, 3, 4 കോളംസ് ഒക്കെ ഒരുമിച്ച് നമ്മൾ ഫൂട്ടിംഗ് വാർത്തിടും. ഇങ്ങനെയുള്ളതൊക്കെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കാറ്. സോ യൂസ്ഡ് വെൻ കോളംസ് ആർ നിയർ, ഭയങ്കര അടുത്തടുത്തുള്ള കോളംസ് ആണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബൗണ്ടറിക്ക് നിയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫൂട്ടിങ്സ് കൊടുക്കും. റെക്ടാങ്കുലർ ആൻഡ് ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്സ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റിയത് കമ്പൈൻഡ് ഫൂട്ടിങ്. ഇവിടെ തന്നെ നോക്ക്, റെക്ടാങ്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ആയിട്ട് ഇങ്ങനെയുള്ള ഷേപ്പിൽ നമ്മൾ കൊടുക്കും. അത് നമ്മളുടെ കോളത്തിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐസൊലേറ്റഡ് ഷാലോ ഫൗണ്ടേഷൻ. എക്സാമ്പിൾ ഫോർ ഷാലോ ഫൗണ്ടേഷൻ ഇസ് റാഫ്റ്റ് ഫൂട്ടിംഗ് ഓർ മാറ്റ് ഫൂട്ടിംഗ്. ഇതൊക്കെ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് നമ്മളുടെ എക്കണോമിക്കൽ കൺസിഡറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് നല്ല സ്ട്രക്ചർ, നല്ല എന്താ പറയാ, നന്നായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റ് ഫൂട്ടിങ് സെലക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എക്കണോമിക്കലി നമ്മളുടെ ഫീസിബിലിറ്റി, ദെൻ നമുക്ക് അത്രയും ലോഡ് ട്രാൻസ്ഫറിന്റെ ആവശ്യമുണ്ടോ, നമ്മുടെ സോയിൽ എങ്ങനെയാണ്, അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഓരോ ഫൂട്ടിങ്സ് സെലക്ട് ചെയ്യാൻ. അപ്പൊ ഈ റാഫ്റ്റ് ഫൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ, അതായത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സ്ഥലങ്ങൾ, ബെയറിംഗ് കപ്പാസിറ്റി കുറവാണ് അവിടെ അങ്ങനെയുള്ള സോയിൽ, പക്ഷെ അവിടെ നമുക്ക് പൈൽ ഫൂട്ടിങ്ങിലേക്ക് പോകണ്ട. കാരണം ചെറിയ റിക്വയർമെന്റ് ഓഫ് ലോഡൊക്കെ വരുന്നുള്ളൂ, ചെറിയ ബിൽഡിംഗ് ആണ്. അങ്ങനെയുള്ള കേസസിൽ ഈ അൺഈവൻ സെറ്റിൽമെന്റ്, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, നിങ്ങൾ ജിയോടെക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു സോയിലിന്റെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ഈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സോയിൽസിലാണെങ്കിൽ, വലിയ പൈൽ ഫൂട്ടിങ്ങിലേക്ക് പോകണ്ടാത്ത കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഈവൻ സെറ്റിൽമെന്റ് വരാതിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാം, ചില സ്ഥലത്ത് സെറ്റിൽ ചെയ്യാതിരിക്കാം, പോർ വാട്ടർ പ്രഷറിന്റെ ഡിഫറൻസ് വരാം. ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഒരുമിച്ച് ഹാർഡ് സ്ട്രാറ്റം തോന്നുന്ന സ്ഥലങ്ങൾ ആവുന്ന സ്ഥലം ആവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് നമ്മൾ സ്ലാബ് പോലെ നമ്മൾ ഫൂട്ടിങ് അങ്ങ് വാർത്തിട്ട് അവിടെ നിന്ന് ഓരോ കോളംസ് അതിന്റെ മുകളിൽ നിന്ന് പൊക്കും. ഇതേപോലെ മാറ്റ് പോലെ. അതാണ് മാറ്റ് ഫൗണ്ടേഷൻ ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. കവേഴ്സ് എൻറ്റയർ ബിൽഡിംഗ് ഏരിയ, used for low safe bearing capacity soils, reduce differential settlements, then economical for very closely spaced columns. Then deep foundations ലേക്ക് വരാം. നമ്മൾ പറഞ്ഞു സോയിലിന്റെ ഹാർഡ് സ്ട്രാറ്റം ഇസ് വെരി ഡീപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ ഡെപ്തിലേക്ക് കുഴിച്ചു പോവുക, അവിടെ നിന്ന് നമ്മൾ കോളംസ് പോലെ കൊടുത്തിട്ട് പൈൽ ക്യാപ്പ് ഒക്കെ ചെയ്ത് പൈൽസ് ആക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് സ്ട്രക്ചർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ബ്രിഡ്ജസ് എല്ലാം തന്നെ നമ്മൾ പൈൽ അല്ലെങ്കിൽ പിയർ ഫൗണ്ടേഷൻസിലെ നമ്മൾ ചെയ്യുള്ളൂ. ബ്രിഡ്ജസിലൊന്നും നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ ഇടില്ല. നമുക്ക് വെള്ളത്തിൽ നിന്ന് പൊക്കി ഉള്ള പാലം വരണ്ട. അപ്പൊ വെള്ളത്തിൽ നിന്ന് പൊക്കിയിട്ട് വേണം നമുക്ക് പൈലിങ് കൊടുത്ത് അവിടെ നിന്ന് കോളം കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം ജനറലി ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഷാലോ ഫൗണ്ടേഷൻ ഭയങ്കര വീക്ക് ആകുമ്പോഴും ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വെരി ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷനേക്കാളും ഒത്തിരി വലുതാണ് അതിന്റെ ഡെപ്ത്. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിഗേഴ്സ് നോക്കി കാണാൻ പറ്റും. പൈലിംഗ് ചെയ്ത് നമ്മൾ പൈലിംഗ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ കോളംസ് കാസ്റ്റ് ചെയ്യുന്നത്. സോ ലോങ് സ്ലെൻഡർ മെമ്പേഴ്സ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ ലോങ് സ്ലെൻഡർ മെമ്പേഴ്സ് പൈൽ ഫൗണ്ടേഷൻസ്. ഈ ട്രാൻസ്ഫർ ലോഡ് ടു ദി ഡീപ്പർ സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ എൻഡ് ബെയറിംഗ് ഓർ ഫ്രിക്ഷണൽ പൈൽസ് എല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഹൈ റൈസ് ബിൽഡിങ്സിലാണ് യൂഷ്വലി പൈൽ ഫൗണ്ടേഷൻസ് ചെയ്യാറ്. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞു ഇതിൽ വരുന്ന കുറച്ച് ടേംസ്, ഇറ്റ്സ് ആക്ച്വലി നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ റെഫർ ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം. നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് എന്നുള്ള രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെയാണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി, സോയിലിന്റെ മാക്സിമം ബെയറിംഗ് കപ്പാസിറ്റി ആണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. സേഫ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ സേഫ്ലി മാക്സിമം പ്രഷർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് സോയിലിന്, അതാണ് നമ്മൾ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. ഈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഫൂട്ടിങ്. നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻസ് ഇസ് ഫോർ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ദെൻ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്, ടോട്ടൽ നെറ്റ് ബെയറിംഗ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ദെൻ ഇതെല്ലാം നമ്മൾ ടെർസാഗീസ് തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഇതിന്റെ ഡിസൈനും ഇതിന്റെ ഡെഫിനിഷൻസും ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർലി ഇതിൽ പഠിക്കേണ്ട. പക്ഷെ യു ഷുഡ് നോ അബൌട്ട് വാട്ട് ഇസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് ഹൗ മച്ച് ഇസ് ദ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് അവർ ഡിസൈഡ്, ഓർ നമ്മൾ ചെയ്യാൻ പോകുന്ന സോയിലിന്റെ ഏതാണ്, ഓക്കെ, അതിന്റെ നെറ്റ് ബെയറിംഗ് പ്രഷർ കപ്പാസിറ്റി എത്ര വരും, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ തരുന്ന ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവും. ദെൻ സെറ്റിൽമെന്റ്, എന്തൊക്കെ സെറ്റിൽമെന്റ്സ് ഉണ്ട്? ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടർ പ്രഷറിൽ വാട്ടർ ടേബിളിലുള്ള ചേഞ്ചസ് കൊണ്ട് സോയിലിൽ ഉണ്ടാവുന്ന സഡൻ സെറ്റിൽമെന്റ്, ഒരു സ്ട്രക്ചറൊക്കെ വെച്ച് അധികം നാളാവുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ സെറ്റിൽമെന്റ്സിനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ദെൻ കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ജിയോടെക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സോയില് അണ്ടർ വാട്ടർ പ്രഷറിൽ പ്രഷർ കൂടിക്കഴിയുമ്പോൾ കുറെ നാളുകൾ ഇങ്ങനെ ടൈം പാസസ് കൺസോളിഡേറ്റ് ചെയ്യും സോയില്. വെള്ളം സോയിലും കൂടി വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം മുകളിലേക്ക് പോരുന്നതോറും സോയില്
താഴേക്ക് കൺസോളിഡേറ്റ് ആവും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പോകും അല്ലെ. സോയിൽ താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലുള്ള സ്ട്രക്ചർ ഇങ്ങനെ താഴേക്ക് ഇരിക്കും. അങ്ങനെയുള്ള സെറ്റിൽമെന്റ് ആണ് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ്. പിന്നെ സെക്കൻഡറി സെറ്റിൽമെന്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം കാരണം കുറെ നാളുകൾ ഇങ്ങനെ കുറെ കഴിയുമ്പോൾ, ആസ് ടൈം പാസസ്, കുറെ നാളുകൾ കഴിയുമ്പോൾ ഇതിന് തന്നെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും സോയിൽ. ദാറ്റ് ഈസ് സെക്കൻഡറി സെറ്റിൽമെന്റ്സ്. ദെൻ ഇറ്റ് ഈസ് കൺട്രോൾഡ് ആസ് പെർ IS 8009 ആണ് സെറ്റിൽമെന്റ്സിന്റെ തിയറി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫൗണ്ടേഷൻ ഡിസൈൻ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എത്രയാണ് നമ്മുടെ ലോഡ് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്നത്. അതനുസരിച്ച് നമ്മുടെ ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. ദെൻ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്, അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒക്കെ വളരെ നിയർ ബൈ ഉള്ള സോയിൽ ആണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് ഒക്കെ ഉള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ സം പൈൽ ഫൗണ്ടേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലൊക്കേഷൻ അനുസരിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ IS 456 IS 6403 ആണ് നമ്മൾ മെയിൻലി ഫൂട്ടിംഗ് ഡിസൈനിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോഡ്സ്. സേഫ്റ്റി ആൻഡ് എക്കണോമി രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വി ഹാവ് ടു ചൂസ് ഫോർ വാട്ട് ഇസ് അവർ റിക്വയർഡ് സെറ്റിൽമെന്റ്. Then this is all about the basics of the foundation in civil engineering. Classification, functions, according to the function classification, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇതിൻ്റെ തന്നെ ഇൻ ഡെപ്ത് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് റെക്ടാങ്കുലർ ആൻഡ് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഡിസൈനാണ്. ഇതിന്റെ ഡിസൈൻ സെക്ഷൻസ് ഒക്കെ നമുക്ക് കമ്മിങ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.